ഒരു രഹസ്യ പദ്ധതി പ്ലാൻഡാകുക. ഒരു രഹസ്യ പദ്ധതി പ്ലാൻഡാകുക. ഇത് പറയാനാണ് ഹോളി സ്പിരിറ്റ് എന്നോട് കൂടുതൽ ആവശ്യപ്പെടുന്നത്. ഒരു രഹസ്യ പദ്ധതി പ്ലാൻഡാകുക. പ്രാർത്ഥിക്കുന്ന അനന്യാസ് അറിയാത്ത ഒരു രഹസ്യ പദ്ധതി. ഒരു സ്തോത്രം പറഞ്ഞേ. പ്രാർത്ഥിക്കുന്ന പത്രോസ് അറിയാത്ത ഒരു രഹസ്യ പദ്ധതി. ഇന്ന് രാവിലെ ഹോളി സ്പിരിറ്റ് സ്പെസിഫൈ ചെയ്യുന്നു. ഒരുപാട് പ്രവാചകരുള്ള സഭയാണ് അന്ത്യോക്യ ചർച്ച്, അല്ലേ? ഒത്തിരി ദർശകരുള്ള ചർച്ചാണ് അന്ത്യോക്യ ചർച്ച്. അപ്പോസ്തലന്മാർ നീണ്ട നിരയായിട്ടിരിക്കുന്ന ചർച്ചാണ് അന്ത്യോക്യ ചർച്ച്. പക്ഷെ ഒരുത്തന് പോലും വെളിപ്പാട് കിട്ടിയിട്ടില്ല അനന്യാസിനെ കൊല്ലാൻ ഒരാൾ വരുന്നുണ്ടെന്ന്. ആമേൻ പറയാവോ? ഒരുത്തനും പ്രവചിച്ചതായിട്ടില്ല പുസ്തകത്തിൽ. ഒരുത്തനും ഒരു വെളിപ്പാട് കണ്ടതായിട്ടില്ല പുസ്തകത്തിൽ. പത്രോസിനെ ജയിലിൽ പിടിച്ചിടാൻ പോകുന്നെന്ന് യെരുശലേം ചർച്ചിലെ ഒരുത്തനും പിടുത്തം കിട്ടിയിട്ടില്ല. ഹെരോദാവിന് ഇങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ടെന്ന്, ശൗലിന് ഇങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ടെന്ന്. ഒരു പേഴ്സന്റെ പേര് വേണ്ട, പേര് വിട്ടേര്. ആരെങ്കിലും ഒരുത്തൻ നമ്മുടെ ഇടയ്ക്ക് നേരെ വരുന്നുണ്ടെന്ന് ആ ചർച്ചിൽ പ്രാർത്ഥിക്കുന്ന ഒരുത്തനും വെളിപ്പാട് പോലും കിട്ടിയിട്ടില്ല. അതിന്റെ അർത്ഥം അതൊരു രഹസ്യ പ്രോഗ്രാമാണ്. ഇന്ന് രാവിലെ ഈ മെസ്സേജ് പറയാൻ പ്രേരിപ്പിച്ച എന്റെ കാര്യം, നീ അറിയാത്ത ചില രഹസ്യ പ്രോഗ്രാം ദൈവം ഇന്ന് പകൽ തകർത്ത് തരിപ്പണമാക്കാൻ പോകുകയാ. നിന്റെ മിനിസ്ട്രിക്ക് നേരെ, നിന്റെ അനോയിന്റിങ്ങിന് നേരെ, നിന്റെ അഭിഷേകത്തിന് നേരെ, നിന്റെ ഉയർച്ചയ്ക്ക് നേരെ, നീ പ്രാപിച്ചിരിക്കുന്ന കാഴ്ചപ്പാടുകൾക്ക് നേരെ നീ അറിയാതെ പൊങ്ങുന്ന രഹസ്യ അജണ്ടകൾ ഇന്ന് പകൽ ദൈവം പൊളിക്കാൻ പോകുന്നു.